السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹീതമായ റമളാൻ മാസം പ്രിയപ്പെട്ടവരെ നമ്മിലേക്ക് കടന്നു വരികയും നമ്മിൽ നിന്ന് അതിൻ്റെ ആദ്യ 2 പത്തുകൾ പിന്നിടുകയും ചെയ്തു. നാം നിർവഹിച്ച നോമ്പും നിസ്കാരവും സ്വതക്കയും സക്കാത്തും സൽക്കർമ്മങ്ങളും റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉയരേണ്ട സമയം കൂടിയാണ് അവസാന നിമിഷങ്ങൾ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ടല്ലോ, പടച്ചോനെ എൻ്റെ ആഖിബത്ത് നന്നാക്കി തരണം, ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യങ്ങളും അതിൻ്റെ പര്യവസാനം അതിപ്രധാനമാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നന്മകളിൽ മുന്നേറണമെന്നുള്ളത് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയൊന്നും നമുക്ക് പ്രിയപ്പെട്ടവരെ നാം നിർവഹിക്കാതെ പോയ കർമ്മങ്ങളുടെ വേവലാതിയും സങ്കടവും നമുക്കുണ്ടാവില്ല. ഒരുപക്ഷെ ചെറിയൊരു ഖേദമൊക്കെ ഉണ്ടാവും. പഠിച്ചോനെ ഒരു ജുസ് പാരായണം ചെയ്യണമെന്ന് ഓരോ ദിവസവും ഞാൻ ചിന്തിച്ചതാണല്ലോ, ഏറ്റവും മിനിമം ഒരു ഖതം പോലും എനിക്കൊന്ന് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് ചെറിയൊരു സങ്കടം ഉണ്ടാവും. പക്ഷെ യഥാർത്ഥ സങ്കടം എപ്പോഴാണ് വരിക പ്രിയപ്പെട്ടവരെ? നമ്മൾ മരണം മുന്നിൽ കാണുന്ന സമയത്താണ്. ആ സമയത്ത് നമുക്ക് വില ബോധ്യപ്പെടും. പഠിച്ചോനെ ചെയ്യാത്തതിൻ്റെ പേരിലുള്ള സങ്കടം അവിടെ നാം ശരിക്ക് നമുക്ക് അനുഭവിക്കും. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് ജീവിതത്തിൽ നന്മകൾ ചെയ്യാത്തവരുടെ ആ വേവലാതിയും ആവലാതിയും വിലാപവും പറയുന്നുണ്ടല്ലോ. എന്തായിരുന്നു ആയത്ത്? അൻ തഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വഇൻ കുൻതു ലമിനസ് സാഖിരീൻ. എൻ്റെ കഷ്ടമേ, എൻ്റെ റബ്ബിൻ്റെ ഭാഗത്തേക്ക് ചെയ്യേണ്ടതിൽ പലതിലും ഞാൻ വീഴ്ച വരുത്തിയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഏറെ ശ്രദ്ധേയമായൊരു ഹദീസുണ്ട്. ലാ യദ്ഖുലു അഹദുൻ അൽ ജന്നത ഇല്ലാ ഉരിയ മഖഅദഹു മിനൻ നാരി ലൗ അസാഅ. നാളെ ഒരാൾ പോലും
സ്വർഗത്തിൽ പ്രവേശിക്കൂലെന്ന. എങ്ങനെയല്ലാതെ? ഇല്ലാ ഉരിയ മഖഅദഹു മിനന്നാരി ലൗ അസാ, അവനെങ്ങാനും ജീവിതത്തിൽ തിന്മകൾ ചെയ്തിരുന്നുവെങ്കിൽ അവൻ കിടക്കാൻ പോകുന്ന നരകമെന്ന സങ്കേതത്തെ കാണിച്ചു കൊടുത്തിട്ടല്ലാതെ. സ്വർഗത്തിൽ പോകുന്ന ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നരകത്തെ കാണിച്ചു കൊടുക്കും. എന്തിനെന്നറിയോ പ്രിയപ്പെട്ടവരെ? ലിയസ്ദാദ ശുക്രൻ, അവന് റഹ്മാനായ റബ്ബിനോടുള്ള നന്ദി, ആ റബ്ബിൻ്റെ മുന്നിലുള്ള അവൻ്റെ സന്തോഷം അതവന് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര വലിയ സുന്ദരമായ സാഹചര്യമാണത്! നരകം കാണിച്ചു കൊടുത്ത് സ്വർഗത്തിലേക്ക് ഇടുക. ആ ഹദീസിൻ്റെ ബാക്കി എന്താണ്? വലാ യദ്ഖുലുൻ നാറ അഹദുൻ ഇല്ലാ ഉരിയ മഖഅദഹു മിനൽ ജന്നതി ലോ അഹ്സന. ഒരാൾ പോലും നാളെ നരകത്തിലും പ്രവേശിക്കൂല സ്വർഗം കാണിച്ചു കൊടുത്തിട്ടല്ലാതെ. എങ്ങനെ പ്രിയപ്പെട്ടവരെ? ലൗ അഹ്സന, റഹ്മാനായ റബ്ബ് ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ നിശ്ചിത ആയുസ് നൽകിയിട്ട് ആ കാലയളവിൽ എങ്ങാനും നന്മ ചെയ്തിരുന്നുവെങ്കിൽ അവൻ കിടക്കാൻ പോകുന്ന സ്വർഗത്തെ കാണിച്ചു കൊടുക്കും. ആർക്ക്? ജീവിതത്തിൽ നന്മകൾ ചെയ്യാതെ, ഒരുപാട് ഉത്ബോധനങ്ങളും നന്മകളും കേൾക്കാൻ അവസരം കിട്ടിയിട്ടും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ നരകത്തീയിൽ കിടക്കേണ്ടി വന്ന, നരകത്തീയെ സ്പർശിക്കേണ്ടി വന്നവനെ സ്വർഗമല്ല കാണിക്കും. അവനെങ്ങാനും നന്നായിരുന്നുവെങ്കിൽ കിടക്കാൻ പോകുന്ന സ്വർഗം കാണിക്കുന്ന. എന്തിനാണെന്നറിയോ പ്രിയപ്പെട്ടവരിൽ? യകൂന അലൈഹി ഹസറത്തൻ, അവൻ നിരാശ ഉണ്ടാവണം. ആ നിരാശ അവന് വർദ്ധിക്കണം, അതിൻ്റെ തോത് കൂടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നരകം ഒരു നിമിഷം പോലും കടക്കാൻ കഴിയില്ല കേട്ടോ. എന്നാൽ അതിലുപരി ആ സ്വർഗത്തിലുള്ള പ്രവേശനമാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. നമ്മുടെയൊക്കെ ഈ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു സ്വഹാബി വര്യൻ വന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അല്ലിബ്നി വ ഔജിസ്, പ്രവാചകരെ ലളിതമായ ഹുസ്സമായിട്ടുള്ളൊരു കർമ്മം പഠിപ്പിച്ചു തരണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ ഒരു കർമ്മം പഠിപ്പിച്ചു കൊടുക്കുകയാണോ ചെയ്തത്? അല്ല. ഏതേത് കർമ്മം ചെയ്യുമ്പോഴും പാലിക്കേണ്ട ഒരു മര്യാദ പഠിപ്പിച്ചു കൊടുത്തു. ഇദാ ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഇ. എന്താണ്? നീ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇത് നിന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന ബോധ്യത്തോടു കൂടി നീ നിസ്കരിച്ചോ എന്ന് റസൂൽ ഒരു ഉപദേശം കൊടുക്കുകയാണ്. മറ്റു രണ്ട് ഉപദേശങ്ങൾ കാണാൻ കഴിയും. നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി ഫർള് മാത്രം നിസ്കരിക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ അവൻ എത്ര തവണ നിസ്കരിക്കണം? 150 തവണ നിസ്കരിക്കണം. 30 ദിവസത്തിലേക്ക് 5 വക്തിനെ നാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു എണ്ണാണ്. ആ 150 തവണ നിസ്കരിക്കേണ്ട നിസ്കാരത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതേത് കർമ്മത്തിലും പാലിക്കേണ്ട ഒരു മര്യാദ തന്നെയാണല്ലോ നാം ഇതിൻ്റെ അവസാനത്തെ നോമ്പാണ്. ഇതിൻ്റെ അവസാനത്തെ നോമ്പ്. നാളെ ഞാൻ ഉണ്ടാവില്ല എന്നൊരു ബോധ്യവും ചിന്തയും നമുക്കുണ്ടാകണം. അപ്പോഴാണ് കൂടുതൽ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനൊരു സാധാരണ നമുക്കൊരു മനസ്സിലാവുന്നൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ അടുത്ത പ്രദേശത്ത് ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ ആ ഒരു സാധനത്തിന് നാം മനസ്സിലാക്കിയ വിലയല്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നാളെ തരാട്ടോ എന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇത്ര ഓൺലൈൻ ട്രാൻസാക്ഷനും ജിപേയും ഗൂഗിൾ പേയും ഒക്കെ ഉള്ള ഒരു സമയത്ത് അത് വേറെ എവിടുന്നെങ്കിലും ഇവിടെ ഒരു 500 രൂപ ഇട്ട നാളെ റെഡിയാക്കാമെന്ന് പറഞ്ഞാൽ അത് പരിഹരിച്ചു. ഇവിടെ നാളെ സ്വർഗത്ത് പോയിട്ട് അത് നടക്കുമോ? നാളെ വിചാരണയുടെ നാളിൽ പോയിട്ട് നമുക്ക് നടക്കുമോ? ഒരു സുബ്ഹാനല്ലാഹയുടെ പേരിൽ നമ്മുടെ മീസാൻ കനം തൂങ്ങുമെന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. ഏതാ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. മീസാനിൽ കനം തൂങ്ങുന്ന കർമ്മമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ സ്വർഗീയ പൂന്തോപ്പിൽ തന്നെ എത്ര ദർജകളുണ്ട്? ഇന്ന ഫിൽ ജന്നതി 100 ദറജ. സ്വർഗത്തിൽ 100ഓളം ദർജകളുണ്ട്. മാ ബൈന കുല്ലി ദറജതൈനി മിൻഹുമാ കമാ ബൈന അസ്സമാഇ വൽ അർദ്. ഓരോ ദർജകൾക്കിടയിലും ആകാശഭൂമിയോളം വിശാലത ഉണ്ട് എന്ന ഹദീസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സുബ്ഹാനല്ലാഹയുടെ പേര്, ഒരു അൽഹംദുലില്ലയുടെ പേര്, ഒരു അല്ലാഹു അക്ബറിൻ്റെ പേര്, ഒരു അസ്തഗ്ഫിറുല്ലാഹയുടെ പേരിൽ പ്രിയപ്പെട്ടവരെ എത്രയെത്ര നന്മകൾ നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കുമെന്ന ഉത്തമ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഇത് നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയിരുന്നുവെന്ന് ചരിത്രാധ്യാപനങ്ങളിൽ കാണാൻ കഴിയും. അപ്പം നിങ്ങൾക്ക്
വളരെ ലളിതമായിട്ടുള്ള ചില ചരിത്രങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്നും അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല, നമുക്കറിയാം. പക്ഷേ ജീവിതത്തിൻ്റെ ദൈനംദിനമായിട്ടുള്ള പല കാര്യങ്ങൾക്കിടയിലും നാം ആ നന്മകളെ മറന്നുപോയോ എന്ന ഒരു ആത്മാർത്ഥമായ ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. ഇപ്പൊ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നാര മോളാണ്. അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വിടുന്നുണ്ട്, അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിലേക്ക്. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിൽ നിന്ന് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരിക. എന്താ ആവശ്യം? ഉപ്പ, എനിക്കൊരു ഖാദിമിനെ വേണമെന്ന. എന്താണ് ഖാദിം എന്ന് പറഞ്ഞാൽ? ഒരു സേവകനെ വേണം, ഒരു സെർവൻറ്റിനെ വേണം. അള്ളാഹുവിൻ്റെ റസൂൽ മോളെ എടുത്തിരുത്തിയിട്ട് പറഞ്ഞു, ഫാത്തിമ, അലാ അദുല്ലുകി അലാ മാ ഹുവ ഖൈറുൽ ലക മിൻ ഖാദിം. ഫാത്തിമ, നിനക്ക് നീ ചോദിച്ച ഒരു ഖാദിമിനേക്കാൾ ഉത്തമമായ നന്മയുള്ള പ്രതിഫലാർഹമായ കാര്യം ഉപ്പ പഠിപ്പിച്ചു തരട്ടെയോ? എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു കൊടുത്തത് എന്താ? തുസബ്ബിഹീന 33 വതുകബ്ബിരീന 33. 33 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലണം, 33 തവണ അൽഹംദുലില്ലാഹ് ചൊല്ലണം, 34 തവണ എന്ത് ചൊല്ലണം? അല്ലാഹു അക്ബർ ചൊല്ലണം. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. ഇതെപ്പോഴാണ് ചെല്ലേണ്ടത്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ്. 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 34 തവണ അല്ലാഹു അക്ബർ എന്നുള്ളത്. ഇത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൽ ഉടനീളം പാലിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാം. ഇനി അതിലുപരി പ്രിയപ്പെട്ടവരെ, അലി റളിയല്ലാഹു തആല അൻഹു ആരാ? ഭർത്താവാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം പഠിപ്പിച്ച് തന്നത് മുതൽ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലേ? അദ്ദേഹം പറയാണ്, മാ തറക്തുഹു മുൻദു സമിഅതുഹു മിൻ നബിയ്യിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാനിത് കേട്ടത് മുതൽ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ഇപ്പൊ വീണ്ടും ചോദിക്കുകയാണ്, വലാ ലൈലത സിഫീനിന്റെ രാത്രിയിൽ പോലും ഒഴിവാക്കിയിട്ടില്ല എന്നാ. ഞാൻ എന്താ സിഫീൻ എന്ന് പറയാം? ഇപ്പൊ സിഫീനിന്റെ രാത്രിയിൽ പോലും ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മുസ്ലിം ഉമ്മത്തിൽ ആദ്യമായി ഉണ്ടായ ഭിന്നിപ്പാണെന്ത്? സിഫീൻ എന്നുള്ളത്. നീണ്ട ചരിത്രമാണ്. അതിലെ ഒരു വിഷയം എന്തായിരുന്നു? മൂന്നാം ഖലീഫയായിട്ടുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഘാതകരെ അന്നത്തെ ഖലീഫയായിട്ടുള്ള അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തില്ല? അവരുടെ വിഷയത്തിൽ യാതൊരുവിധ തീരുമാനവും എടുത്തില്ല എന്നുള്ളതിന്റെ പേരിൽ കൂടി പൊട്ടിപ്പുറപ്പെട്ട ഒരു അസ്വാരസ്യമാണെന്ന് സിഫീൻ എന്നുള്ളത്. ഒരു പക്ഷത്ത് മുആവിയ റളിയല്ലാഹു അൻഹു, മറുവശത്ത് അലി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, ഇവർക്കിടയിൽ എത്രത്തോളം വിഷമം ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ പരസ്പരം സ്നേഹത്തെക്കാളും സഹകരണത്തെക്കാളും എത്രയോ മാതൃകയായിരുന്നില്ല അവരുടെ സ്നേഹം. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ പുഞ്ചിരി എന്താ? ഈ സഹാബാക്കൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് കണ്ടിട്ടായിരുന്നു, അല്ലേ? തൻ്റെ ഇണയെ ത്വലാഖ് ചൊല്ലി അത് മറ്റൊരുവനെ, പ്രിയപ്പെട്ടവരെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടായ സഹാബത്ത്, ഹിജ്റയുടെ വേളയിൽ താൻ ചോര നീരാക്കി സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് പകുത്തു നൽകാൻ മാതൃക കാണിച്ച സഹാബത്ത്, അവർക്കിടയിൽ ചെറിയൊരു അസ്വാരസ്യം ഉണ്ടാകും. എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് പോലും അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച തന്ന കാര്യം അതവരെന്ത് ചെയ്തിട്ടില്ല? ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. എന്തുകൊണ്ട് ഒഴിവാക്കിയിട്ടില്ല? സ്വർഗമായിരുന്നു അവർ കിനാവ് കണ്ടിരുന്നത് എന്ന്. സ്വർഗം കൊതിച്ചപ്പോൾ ബാക്കിയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം പ്രിയപ്പെട്ടവരെ അവർ മറന്നു. ഇനി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല ആരാണ്? മുത്തബിഉ സുന്ന എന്നറിയപ്പെട്ട സ്വഹാബി വര്യനാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല. അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ഒപ്പം പിൻപറ്റിയ റസൂൽ എവിടെ ഇരുന്നത് അവിടെ ഇരിക്കും. റസൂലുള്ളാഹിന്റെ ഇരുത്ത് എങ്ങനെ? അതുപോലെ ഇരുന്ന ഒരു സ്വഹാബി വരും. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അപ്പൊ ഹദീസുകളിൽ കാണാൻ കഴിയും, ഇന്ന റിജാല മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
كانوا يرون الرؤيا على عهد رسول الله صلى الله عليه وسلم فيقصونها على رسول الله. സ്വഹാബത്ത് ചില സ്വപ്നങ്ങളൊക്കെ കാണും. ആ സ്വപ്നങ്ങൾ ആര് സ്വഹാബത്ത് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറയും. അല്ലാഹുവിൻ്റെ റസൂല് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? വിശദീകരിച്ചു കൊടുക്കും. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്വപ്നം കാണുന്നുണ്ട്. എന്താ സ്വപ്നം? അദ്ദേഹത്തെ നരകത്തിലേക്ക് എറിയുന്നതാണ് സ്വപ്നം കാണുന്നത്. ആ എറിയുന്നതിന് മുമ്പ് മലക്ക് വന്ന് രക്ഷപ്പെടുത്തുന്നതൊക്കെ ആയിട്ടുള്ള ഒരു നീണ്ട സ്വപ്നമാണ്. അപ്പം അതിലേക്ക് കടക്കുന്നില്ല. അപ്പം അദ്ദേഹം അത് ഹഫ്സ ബിൻത് ഉമറിനോട് പറയുന്നുണ്ട്. ആരാ ഹഫ്സ ബിൻത് ഉമർ? അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്. ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു തആല അൻഹ മുഖേന അല്ലാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അത് എത്തുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞു കൊടുത്തു? പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് നമ്മൾ എത്ര തവണ കേട്ടിട്ടുണ്ടെന്ന് അറിയോ? നിഅമർ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി മിനൽ ലൈൽ. അബ്ദുള്ള എത്ര നല്ലവനാണ്. ലൗ കാന യുസല്ലി മിനൽ ലൈൽ, രാത്രി കൂടി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായേനെ എന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹോപദേശമാണ്. പ്രവാചകന്റെ ഉപദേശങ്ങൾ പോലും അങ്ങനെയായിരുന്നു എന്നാണ്. ഒരാളെയും വേദനിപ്പിക്കാതെ, ഒരാളെയും സങ്കടപ്പെടുത്താതെ, ഒരാളുടെ മനസ്സിനും ഹൃദയത്തിനും മുറിവുണ്ടാക്കാത്ത ഉപദേശങ്ങൾ. അപ്പോൾ ഇത് കേട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നീടുള്ള ജീവിതത്തെ പ്രിയപ്പെട്ടവരെ സ്വഹാബത്ത് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഫഖാന അബ്ദുല്ലാഹ് ബഅദ ദാലിക ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീലാ. പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് കേട്ടത് മുതൽ, ഈ ഉപദേശം കേട്ടത് മുതൽ പ്രിയപ്പെട്ടവരെ രാത്രി കുറച്ചല്ലാതെ ഉറങ്ങിയിട്ടില്ല. അവർ പോയ അതേ സ്വർഗത്തിൽ തന്നെയല്ലേക്കും ഉൾക്കും പോകാനുള്ളത്. നോക്കിയേ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ രാത്രി നമസ്കാരങ്ങൾ ആരംഭിക്കാത്തവർക്ക് ആരംഭിക്കാനുള്ളൊരവസരമായി റമദാൻ മാസത്തെ കാണണം. അല്ലാഹുവിൻ്റെ റസൂൽ റമദാനിലും ഇല്ലാത്ത കാലത്ത് രാത്രി നിസ്കരിച്ചിട്ടുണ്ട്. ഒരു സംശയവുമില്ല അതിൽ. ആ രാത്രി നിസ്കാരങ്ങൾ ഇന്ന് തുടങ്ങാൻ നമുക്ക് സാധിച്ചു. അതിലുപരി ഖിയാമുൽ ലൈലുകൾ നമ്മുടെ നാടുകളിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിലൊക്കെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം. എന്തിനാ സാന്നിധ്യം? ഇനി ജീവിതത്തിൽ ഉടനീളം തുടർത്താൻ വേണ്ടിയിട്ട്. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേട്ട മുതൽ ഫഖാന അബ്ദുല്ലാഹ് ബഅദ ദാലിക ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീല, ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം പാലിച്ച ആ മര്യാദയും ജീവിതത്തിൽ സൂക്ഷ്മത കാണിച്ച ആ സൂക്ഷ്മതയുമാണ് പ്രിയപ്പെട്ടവരെ ഈ ഹദീസുകളൊക്കെ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു നമുക്ക് അത്തരത്തിൽ നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ആഗ്രഹം ഉണ്ടാവണം. ഇപ്പോഴും നമ്മൾ തീരുമാനം എടുക്കണം. ശവ്വാൽ 1 പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കേണ്ട ഒരു കർമ്മമല്ല നമ്മുടെ രാത്രി നിസ്കാരം എന്നുള്ളത്. പടച്ചോനെ, എനിക്കത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു തൗഫീക്ക് നാഥ നീ നൽകണേ എന്നൊരു ആത്മാർത്ഥമായ പ്രാർത്ഥന നമുക്കുണ്ടാവുക. അല്ലാഹു തൗഫീക്ക് തരട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മളൊക്കെ റവാത്തിബ് സുന്നത്തുകളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നവർ തന്നെയാണ്, ഒരു സംശയവുമില്ല. കൂടുതൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധ കൈവരിക്കലുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ പ്രതിഫലം കൊതിച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ ഒരു വിഷയത്തിൽ ശ്രദ്ധ കൈവരിക്കേണ്ടത്. നമ്മളങ്ങനെ പള്ളിയിൽ കയറി വരുമ്പോൾ എല്ലാവരും നിസ്കരിക്കുന്നതുകൊണ്ട് ഞാനും നിസ്കരിക്കുന്നു, അങ്ങനെയല്ല അല്ലേ? പ്രത്യേകിച്ച് സുന്നത്ത് നമസ്കാരങ്ങളിൽ വീടുകളിൽ നമസ്കരിക്കണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രോത്സാഹനം കൂടി ഉണ്ട്. ഇപ്പോൾ ഈ ഹദീസ്, ഏത് ഹദീസ്? മൻ സല്ല സനതൈ അശറത റകഅതൻ ഫി യൗമിൻ വലൈല ബുനിയ ലഹു ബിഹിന്ന ബൈത്തുൻ ഫിൽ ജന്ന. ഇവിടെ ഇരിക്കുന്ന ഏതൊരു ചെറിയ കുട്ടിയെ വിളിച്ചിട്ട് ഈ ഹദീസ് പറയാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അവന് വളരെ സ്ഫുടമായി വ്യക്തമായി തപ്പിത്തടവില്ലാതെ അവൻ പറയും. എന്തായിരുന്നു പ്രിയപ്പെട്ടവർ ഈ ഹദീസിന്റെ അർത്ഥം? എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? മൻ സല്ല സനതൈ അശറത റകഅ ഫി യൗമിൻ വലൈല ബുനിയ ലഹു ബിഹിന്ന ബൈത്തുൻ ഫിൽ ജന്ന. ആരെങ്കിലും 12 റകഅത്ത് പ്രിയപ്പെട്ടവരെ രാവിലെയും വൈകുന്നേരവുമായി കൊണ്ട് നമസ്കരിക്കുകയാണ്, പ്രഭാതത്തിലും രാത്രിയിലുമായി കൊണ്ട് നമസ്കരിക്കുകയാണ്, ബുനിയ ലഹു ബിഹിന്ന ബൈത്തുൻ ഫിൽ ജന്ന. അവനിത് ആ സ്വർഗത്തിലെ റഹ്മാനായ റബ്ബ് വീട് വെച്ചു കൊടുക്കുന്നതാണ്.
ജീവിതത്തിലെ സിംഹഭാഗം പ്രിയപ്പെട്ടവരെ ഗൾഫ് രാജ്യങ്ങളിലും അതല്ല നാട്ടിൽ തന്നെ പ്രയാസപ്പെട്ട് പ്രതിസന്ധിയിലൂടെ ജീവിതത്തിന്റെ സിംഹഭാഗം ഒരു വീട് വെക്കാൻ പ്രയാസപ്പെടുന്നതാണ്. സ്വർഗത്തിൽ ഇതാ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ചാട്ടവാറ കിട്ടാനുള്ള സ്ഥലം കിട്ടിയാൽ അതിലെ ഖൈറ് എന്ന് പറയുന്ന സ്വർഗത്തിലെ റബ്ബ് നമുക്കൊരു വീട് വെച്ച് തരും. എന്തേ നമ്മോട് ചെയ്യാൻ പറഞ്ഞത്? 12 റക്അത്ത് റവാത്തിബ് നമ്മൾ നമസ്കരിച്ചാൽ മതി. വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ, നമുക്കറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. പക്ഷെ ഇത് കേട്ട സ്വഹാബത്തിന്റെ ഒരു പ്രതികരണം നോക്കിയാൽ നിങ്ങൾ. ഈ ഹദീസ് അള്ളാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയാണ്. മഹദി പറയാണ്, ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എൻ്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടത് മുതൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അബ്ബസ റഹിമഹുള്ളയാണ്. അദ്ദേഹം പറയാണ്, ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ ഉമ്മി ഹബീബ. ഉമ്മു ഹബീബയിൽ നിന്ന് ഈ ഹദീസ് കേട്ടത് മുതൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അംബസയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അംർ ബിൻ ഔസാണ്. അംർ ബിൻ ഔസ് പറയാണ്, മാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ അംബസ. അംബസയിൽ നിന്ന് ഇത് കേട്ടത് മുതൽ ഒഴിവാക്കിയിട്ടില്ല. അംർ ബിൻ ഔസിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് നുഅ്മാൻ ഇബ്നു സാലിമാണ്. നുഅ്മാൻ ഇബ്നു സാലിം പറയാണ്, മാ തറക്തുഹുന്ന മിൻദു സമിഅതുഹുന്ന മിൻ അംർ ബിൻ ഔസ്. അംർ ബിൻ ഔസിൽ നിന്ന് ഈ ഹദീസ് കേട്ടത് മുതൽ എന്ത് ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ്? കാരണം അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് 12 റക്അത്ത് ഒരാൾ നിസ്കരിച്ചാൽ അവന് ലഭിക്കുന്ന പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആ പ്രതിഫലം കൊതിച്ചപ്പോൾ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അവയെല്ലാം മാറ്റി അവയെല്ലാം പരിഹരിച്ച് എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ചെയ്യും. ആ ഒരു രൂപത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മളും മാറണമെന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസാണ്, മൻ സ്വല്ല അർബഅൻ ഖബല ദുഹ്രി വ അർബഅൻ ബഅദഹാ ലം തമസ്സഹുന്നാർ. ഒരാൾ ദുഹറിന് മുമ്പ് 4 ശേഷം 4 നിസ്കരിക്കുകയാണെങ്കിൽ ലം തമസ്സഹുന്നാർ, നരകം അവനെ സ്പർശിക്കൂലാണ്. നരകം അവനെ സ്പർശിക്കൂല. മറ്റൊരു ഹദീസ് നോക്കിയ മൻ ഹാഫള, ആരെങ്കിലും തുടർത്തുകയാണ് അലാ അർബഇ റകഅത്തിൻ ഖബല ദുഹ്രി വ അർബഇൻ ബഅദഹാ ഹറമഹുല്ലാഹു അലന്നാർ. ദുഹറിന് മുമ്പ് 4 ശേഷം 4 ആരെങ്കിലും ജീവിതത്തിൽ തുടർത്തിയാൽ പ്രിയപ്പെട്ടവരെ നരകം അവനെ തൊട്ട് ഹറാമാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നരകം അവനെ തൊട്ട് ഹറാമാകും. ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ആയത്തുൽ കുർസി നമ്മൾ ഒരു ദിവസം എത്ര തവണ ചൊല്ലണം? 8 തവണ നമ്മൾ ചൊല്ലണം. ആയത്തുൽ കുർസി ഒരു ദിവസം 8 തവണ ചൊല്ലണം, അല്ലേ? എപ്പോഴേക്കാണ് ചൊല്ലേണ്ടത്? രാവിലെയും വൈകുന്നേരവും 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്, മൻ ഖറഅ ആയത്തുൽ കുർസി ഫി ദുബരി കുല്ലി സ്വലാത്തിൻ മക്തൂബ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അയ്യമൂത. ആരെങ്കിലും ആയത്തുൽ കുർസി എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുകയാണെങ്കിൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അയ്യമൂത, അവന് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തടസ്സം എന്തുമാത്രമാണ്? നമ്മൾ പറയുന്നു മരിച്ചു കിട്ടിയാൽ മതി. മരണം മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവൻ്റെ ഒരു തടസ്സം. എന്താ ചെയ്യേണ്ടത്? ആയത്തുൽ കുർസി ദിവസം ചൊല്ലണം. എത്ര എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ, എത്ര എളുപ്പമാണ്! നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയുണ്ട്. സാദുൽ മആദി എന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും, മാ തറക്തുഹാ അഖിബ കുല്ലി സ്വലാത്തിൻ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള, എൻ്റെ ഉസ്താദായിട്ടുള്ള ഷെയ്ഖ്, ഒരു നമസ്കാരത്തിന് ശേഷം പോലും എന്ത് ചെയ്തിട്ടില്ല? ഈ ആയത്തുൽ കുർസി ഉപേക്ഷിച്ചിട്ടില്ല, ചൊല്ലാൻ മറന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള നന്മകൾ പ്രാവർത്തികമാക്കണം.
ഇപ്പോൾ സീറത്ത് ഉഖ്ബ എന്നറിയപ്പെട്ട ഒരു ചരിത്രമുണ്ട്, ഇസ്ലാമിക ചരിത്രമൊക്കെ വളരെ എളുപ്പമുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ ചരിത്രത്തിലൂടെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മനസ്സിലാക്കണം. ഇപ്പോൾ ഉഖ്ബ റളിയല്ലാഹു തആല അൻഹു ഈ ഒട്ടകത്തിൻ്റെ ആലിങ്ങിൽ ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ കടന്നു വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറയുന്ന സദസ്സിലേക്കാണ്, ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന സദസ്സിലേക്കാണ് കയറി വരുന്നത്. അപ്പോൾ ഉഖ്ബ റളിയല്ലാഹു തആല അൻഹു കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? മാമിൻ മുസ്ലിമിൻ യതവല്ലഉ ഫയുഹ്സിനു വുളൂഹുഹു സുമ്മ യഖൂമു ഫയുസല്ലി റകഅതൈനി മുഖ്ബിലുൻ അലൈഹിമാ ബിഖൽബിഹി വവജ്ഹിഹി ഇല്ലാ വജബത് ലഹുൽ ജന്നാ. ഒരു മുസ്ലിം അവനിതാ വുളൂ എടുക്കുന്നു, ഏറ്റവും പരിപൂർണമായ വുളൂ. സുമ്മ യഖൂമു ഫയുസല്ലി റകഅതൈനി, പിന്നീട് അവൻ 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. മുഖ്ബിലുൻ അലൈഹിമാ ബിഖൽബിഹി വവജ്ഹിഹി, ഹൃദയവും മുഖവും പരിപൂർണമായി അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ട്. ഇല്ലാ വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി. അവന് സ്വർഗം നിർബന്ധമായി. അങ്ങനെ ഒരു അടിമ ചെയ്യുകയാണെങ്കിൽ അവനെന്തായി? സ്വർഗം നിർബന്ധമായി എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് കേട്ടപ്പോൾ ഉഖ്ബ റളിയല്ലാഹു അൻഹു പറയണം, മാ അജ്വദ ഹാദി, ഇത് എത്ര മനോഹരാണ്. കാരണം സ്വർഗത്ത് പോകാൻ ലഭിക്കുന്ന ഒരു കർമ്മത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവർക്ക് കിട്ടിയ ഒരു ആശ്വാസം, ആനന്ദം, ആഹ്ലാദം, ഒരു ആർത്തി ഉണ്ടല്ലോ. മാ അജ്വദ ഹാദിഹി, ഇത് എത്ര മനോഹരം, ഇത് എത്ര സുന്ദരമാണ്. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുന്നുണ്ട്. ഉഖ്ബ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കയറി വരുമ്പോഴാണ് ഈ ഹദീസ് ഇങ്ങനെ കേൾക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഖ്ബ, നീ വരുന്നതിന് മുമ്പേ ഇതിനേക്കാൾ മനോഹരമായ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എന്താ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു കൊടുത്തത്? മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയുബ്ലിഗുൽ വുദൂഅ സുമ്മ യഖൂൽ, ആരെങ്കിലും ഏറ്റവും മനോഹരമായിട്ട് വുദൂ എടുത്തു, എന്നിട്ടോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ. ഇതപ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന, വുദൂ എടുത്തതിന് ശേഷം നാം നിർവഹിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ കിട്ടുന്ന ഓഫർ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലാ ഫുതിഹതു ലഹു അബ്വാബുൽ ജന്നതി സമാനിയതി യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ. സ്വർഗത്തിൻ്റെ 8ഓളം കവാടങ്ങൾ എന്ത് ചെയ്യും? അവനിലേക്ക് തുറക്കും. ഏതിലൂടെ വേണമെങ്കിലും എന്ത് ചെയ്യാം? അവന് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, മനഃപൂർവ്വം, ശ്രദ്ധാപൂർവം, ബോധപൂർവം നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകളാണ്, കർമ്മങ്ങളാണ് ഇവയൊക്കെ. ഇപ്പോൾ വുദൂ എടുത്തിട്ട് ഇഖാമത്ത് കൊടുക്കുന്ന സമയത്താണ് എല്ലാ പൈപ്പുകളും തുറക്കുക. പിന്നെ വേഗതയിൽ അല്ലേ, നമുക്കൊക്കെ പല മസ്അലകളും അറിയാലോ. ഫമൻ അദ്റക റുകൂഅ അദ്റക സ്വല, ആർക്കെങ്കിലും റുക്കു കിട്ടിയാൽ നിസ്കാരം കിട്ടി എന്നുള്ള മസ്അല ഇളവുകൾ വളവാക്കും. നമ്മൾ ഇളവുകൾ വളവാക്കും, ഇളവുകൾ തന്നെയാണ്, പക്ഷെ അതെപ്പോഴും വളവാക്കും. അപ്പോൾ ഇതിങ്ങോട്ട് റുക്കു കിട്ടാൻ വേണ്ടിയിട്ട് ആ പൈപ്പ് ഇങ്ങോട്ട് വേഗതയിൽ തുറന്നിട്ട് ഏറ്റവും പരിപൂർണമായ വുദൂ ആവൂ. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഗൗരവപൂർവ്വം കാണണം. പിന്നെ ഇവിടെ നമുക്ക് പ്രാർത്ഥന ചൊല്ലാനുള്ള സമയമുണ്ടോ? എത്ര ലളിതമാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. വ്യത്യസ്ത റിവായത്തുകൾ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. ഒന്ന് ചൊല്ലിക്കൂടെ നമുക്ക്? ജീവിതത്തിലെ ഉടനീളം പാലിച്ചൂടെ പ്രിയപ്പെട്ടവരെ? സഹാബത്ത് ഇത് കേട്ട മാത്രയിൽ, കേട്ട രൂപത്തിൽ അവർ ജീവിതത്തിൽ പാലിക്കാൻ അത്യന്തം പരിശ്രമിച്ചു എന്നുള്ളത് ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ജീവിതത്തിന് നന്മകൾ പാലിക്കാനുള്ള ഏതേത് അവസരങ്ങളും പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധയോടുകൂടി കാണണമെന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഒരു സുബഹി നമസ്കാരാനന്തരം സഹാബത്തിന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്താണ് അഭിസംബോധന? മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ. സ്വഹാബ, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു നോമ്പുകാരനായിട്ടുള്ളത് ആരാണ് സ്വഹാബ? അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ടല്ലോ, അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാനുണ്ട് പ്രവാചകരെ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ഞാനുണ്ട്. ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള, ഇന്നാരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്?
റസൂലേ ഞാനുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഈ ഹദീസ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഈ ഹദീസ് അതിൻ്റെ ഒരു വിശദമായ രൂപം നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് ആരാ നോമ്പുകാരൻ? അവിടെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, റസൂലേ ഇന്നലെ ഞാൻ നോമ്പ് നോൽക്കണമെന്ന് ഉദ്ദേശിച്ചില്ല. മുഹദ്ദിസ് നഫ്സി ബിസ്സൗമി അൽ ബാരിഹ ഫഅസ്ബഹ്തു മുഫ്തിറാ. ഇന്നലെ ഞാൻ നോമ്പ് നോൽക്കണമെന്ന് ഉദ്ദേശിക്കാത്തതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, എന്ന് ഞാൻ നോമ്പ് നോറ്റില്ല. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലേ ഇന്നലെ ഞാൻ നോമ്പ് നോൽക്കണമെന്ന് നിയ്യത്താക്കിയതുകൊണ്ട് ഞാൻ അന്ന് നോമ്പുകാരനാണ്, ഇന്ന് ഞാൻ നോമ്പുകാരനാണ്. പിന്നീട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം എന്താ അറിയോ, ഹൽ അഹദും മിൻകും യൗമ ആദ മരീദ. ഇന്ന് ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചോ? ഏത് സമയത്താണ് ചോദിക്കുന്നത്? സുബഹിന്റെ നേരത്ത്, ഒരു 10 മണി ആയിട്ടില്ല അല്ലേ? ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റണ ഒരു സമയം ആയിക്കണമെന്ന് ചോദിച്ചാൽ ആയിട്ടില്ലല്ലോ. എല്ലാവരും പോണ സമയം കൂടി ആയിട്ടില്ല. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലേ രാവിലെ ആയിട്ടില്ലല്ലോ, പള്ളിയിൽ നിന്ന് പോയിട്ടില്ലല്ലോ പ്രവാചകന്, അവിടുന്ന് നന്മ ചെയ്യാൻ പിറകോട്ടായിരുന്നു എന്നല്ല കേട്ടോ ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഒരു വേഗതയും ആ ധൃതിയും ആ ത്വരയും ആ ആഗ്രഹവുമാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലേ എൻ്റെ സഹോദരനായിട്ടുള്ള അബ്ദുറഹ്മാൻ ബിൻ ഔഫ് രോഗിയാണെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ സഹോദരനായിട്ടുള്ള അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ബലഗനി അന്ന അഖി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഷാഖി രോഗിയാണെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാൻ ഈ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പേ അബ്ദുറഹ്മാന്റെ വീട്ടിൽ കയറി ഓനെ സന്ദർശിച്ചിട്ടാണ് വന്നത്. നന്മകൾ ചെയ്യാനുള്ള താല്പര്യം നോക്കിയങ്ങൾ. പിന്നീട് എന്താ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, ഹൽ മിൻകും അഹദുൻ അത്അമൽ യൗമ മിസ്കീന. ഇന്ന് ആരെങ്കിലും ഒരു പാവപ്പെട്ടവനെ ഭക്ഷിപ്പിച്ചോ അല്ലേ? അവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലേ പ്രഭാതമായിട്ടില്ലല്ലോ അല്ലേ, പള്ളിയിൽ നിന്ന് പുറത്തു പോയിട്ടില്ലല്ലോ. അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ദഖൽതുൽ മസ്ജിദ ഫഇദാ ബിസായിലിൻ. ഞാൻ പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു പാവപ്പെട്ടവൻ ഭക്ഷണം ചോദിച്ച് നിൽക്കുന്നുണ്ട്. ഫവജത്തു കിസ്റതൻ മിൻ ഖുബ്സി ശഈരി ഫി യദി അബ്ദുറഹ്മാൻ. എൻ്റെ മകനായ അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു ഖുബ്സിന്റെ ഒരു കഷ്ടമുണ്ടായിരുന്നു. ഞാനത് ആ ചോദിച്ചവന് കൊടുത്തു. പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത്, സുബഹിന്റെ സമയത്ത് ഒരാൾ ഭക്ഷണം ചോദിച്ച സമയത്ത് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇതെന്താ ഉള്ളത്? എൻ്റെ കുട്ടിയായിട്ടുള്ള അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു ഖുബ്സ് ഉണ്ട്. ആ ഖുബ്സ് ഞാൻ എന്ത് ചെയ്തു? കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നന്മകൾ ചെയ്യുന്ന രംഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ മാതൃകയാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന, മാതൃക കാണിച്ചു തന്ന ഒരു കാര്യം പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? ഒഴിവാക്കിയിട്ടില്ല. ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ ഒഴിവാക്കിയില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയാണ്, ഞാൻ പിഴച്ചു പോകുമെന്ന് ഭയപ്പെട്ടിട്ട്. അബൂബക്കറും ഫിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ സ്വഹാബി വര്യനല്ലേ ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരാ സ്വർഗം കൊതിച്ച് കിനാവ് കണ്ട് ജീവിതത്തെ നന്മയിൽ പുളകിതമാക്കിയ ചരിത്രങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒന്നും കൂടി ശ്രദ്ധ കൈവരിക്കേണ്ട രംഗങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ യാത്ര ചെയ്യുന്നത്. ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മക്ക് ആരംഭം കുറിക്കാനും ജീവിതത്തിൽ ഒരു തിന്മ കഴുകിക്കളയാനും ഇതിനേക്കാൾ നല്ലൊരു മാസം ഇല്ല കേട്ടോ. ഇതിനേക്കാൾ മറ്റൊരു ഇനി നമുക്ക് എന്താ നേരാവെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, അടുത്ത റമളാനിക്ക് നമ്മൾ ഉണ്ടാകുന്നതിൻ്റെ ഉറപ്പുണ്ടോ? അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആ മുഖഭാഷണത്തിലൂടെ സൂചിപ്പിച്ചല്ലോ. പടച്ചോനെ വിട്ടുവീഴ്ച നൽകുന്നവനാണല്ലോ, വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് പുറത്തു തരണേ. അങ്ങനെ ജീവിതത്തിലെ എല്ലാവിധ തിന്മകളെയും കഴുകിക്കളഞ്ഞ് റബ്ബിന്റെ സാമീപ്യം കരഗതമാക്കാനും കരസ്ഥമാക്കാനും ഉതകുന്ന മുഴുവൻ നന്മകളിലും പ്രിയപ്പെട്ടവരെ മുന്നേറാൻ നമുക്ക് കഴിയണം. സഹാബത്ത് ധൃതിപ്പെട്ടിരുന്നു. ഇപ്പൊ തബൂക്കിന്റെ ചരിത്രം, അള്ളാഹുവിന്റെ റസൂല് തബൂക്കിന് വേണ്ടി സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെയും ചരിത്രം മാത്രമേ കേട്ടിട്ടുള്ളൂ. അല്ല, സഹാബത്ത് എല്ലാവരും പോകുന്നുണ്ട്. എല്ലാവരും തനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നതിന്റെ മാക്സിമം പ്രിയപ്പെട്ടവരെ അള്ളാന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരിക.
എന്നിട്ട് അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രീതി കാംക്ഷിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെക്കുക. സ്വത്തിൻ്റെ മുഴുവൻ കൊടുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തൻ്റെ സമ്പത്തിൻ്റെ പകുതി കൊടുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. റിയാലുകൾ, ആയിരക്കണക്കിന് റിയാലുകൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെക്കുന്നുണ്ട്. അങ്ങനെ എത്ര സഹാബത്ത് ആ വിഷയത്തിലൊക്കെ കാണിച്ച ശ്രദ്ധകൾ നമുക്ക് കാണാൻ കഴിയുന്നറിയോ. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര തവണ ആയത്ത് കേട്ടു എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. അത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ആയത്ത്. എന്തായിരുന്നു ആയത്ത്? പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം കരസ്ഥമാകൂല എന്നുള്ളതാണ്. ഇപ്പോൾ മഹാനായിട്ടുള്ള അൻസ്വാരി വരിൻ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അൻസ്വാറുകളിലെ സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന് മദീന പള്ളിയോട് ചാരിയിട്ട് ബൈറുഹാ എന്ന് പറഞ്ഞൊരു തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുഹാ വയശ്റബു മിൻ മാഇൻ ഫീഹാ. അള്ളാഹിൻ്റെ റസൂല് ആ തോട്ടത്തിൽ കയറിയിട്ട് വെള്ളമൊക്കെ കുടിക്കും. അങ്ങനത്തെ മനോഹരമായിട്ടുള്ള ഒരു തോട്ടം. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കാണല്ലോ. ഏതായത്ത്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം കരസ്ഥമാക്കൂല എന്ന ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹിൻ്റെ അരികിലേക്ക് ചെല്ലുക. യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്നല്ലാഹ യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. എന്നിട്ട് ഈ ആയത്ത് പാരായണം ചെയ്യുകയാണ്. വ ഇന്ന ഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹാ. റസൂലേ, എൻ്റെ സമ്പത്തിലെ ഏറ്റവും എനിക്ക് പ്രിയമുള്ള ഇഷ്ടമുള്ള ആ സമ്പത്ത് എന്നുള്ളത് ബൈറുഹാ തോട്ടമാണ്. കിളികളുടെ കളകളാരവ ശബ്ദമുള്ള ആ മദീന പള്ളിക്ക് ചാരത്തുള്ള അരുവികളുള്ള സുന്ദരമായ ഈത്തപ്പനകളാൽ ചുറ്റപ്പെട്ട ആ ബൈറുഹാ തോട്ടമുണ്ടല്ലോ റസൂലേ, അതിനാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ്. വ ഇന്നാ സദഖത്തുൽ ലില്ലാഹി അർജു ബിർറഹാ വ ദുഖറഹാ ഇൻദല്ലാഹി തആല. റബ്ബിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച്, റബ്ബിന്റെ പ്രതിഫലം മാത്രം കൊതിച്ചുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ ഇതാ ഞാൻ ഈ ബൈറുഹാ തോട്ടം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ കേട്ട ആയത്ത് നമ്മൾ കേട്ട അതേ ആയത്ത് തന്നെയാണ്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നാ സുഉബ അലൈനാ ഹിഫ്ള അൽഫാദിൽ ഖുർആൻ. ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ മനപ്പാടാക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. വസഹുല അലൈനാ, ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു. എന്ത്? അള്ളാഹിൻ്റെ റസൂലും പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത്. എന്നാൽ ഇനി വരുന്നൊരു തലമുറയുണ്ട്, സമൂഹമുണ്ട്. അവരെങ്ങനെയാ? അവർക്ക് ഖുർആൻ പഠിക്കാനൊക്കെ എളുപ്പമാവും, പക്ഷെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവർക്ക് പ്രയാസമാവും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറെ ഗൗരവമാണ്. അവരൊക്കെ ആ രൂപത്തിൽ നന്മകൾ ചെയ്യാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമുക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു ചരിത്രം കാണാൻ കഴിയും. ഇപ്പം നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഹദീസാണ്, മൻ തബിഅ ജനാസതൻ ഹത്താ യുസല്ലി അലൈഹാ കാന ലഹു മിനൽ അജ്രി ഖിറാത്തുൻ. ആരെങ്കിലും ഒരു ജനാസയെ പിന്തുടർന്ന് നമസ്കാരം വരെ നിന്നാൽ എന്ത് ചെയ്തു? നമസ്കരിക്കുകയും ചെയ്താൽ അവർക്ക് എത്ര പ്രതിഫലം? ഒരു ഖൈറാത്ത്. ഒരു ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ എത്ര? മിസ്ലു ഉഹദ്. ഉഹദ് മലയോടാണ് അല്ലേ? നമ്മൾ ഉംറക്ക് പോയപ്പോൾ, ഹജ്ജിന് പോയപ്പോൾ, മറ്റു ചരിത്ര യാത്രകൾക്ക് പോയപ്പോൾ ഉഹദ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അള്ളാഹിൻ്റെ റസൂൽ എത്ര മനോഹരമായിട്ടുള്ളൊരു ഉപമയാണ് പഠിപ്പിച്ചു. ഉഹദ് മലയോളുണ്ട് എന്ന്. ഉഹദ് മലയോളുണ്ട്. അപ്പം അത് കേട്ട സമയത്തിന് അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അതീവ പരിശ്രമം ഉണ്ടായിരുന്നു. ഇനിയും അതിൻ്റെ ഒരു ബാക്കിയുണ്ട്. വമൻ മശാ മഅൽ ജനാസ ഹത്താ തുദ്ഫന കാന ലഹു മിനൽ അജ്രി ഖിറാത്താനി. ഇനി ആ നിസ്കാരം മാത്രമല്ല, ഖബർ അടക്കുന്നത് വരെ അവൻ അവിടെ നിന്നാൽ എനിക്ക് എത്ര പ്രതിഫലമുണ്ട്? ഖിറാത്താണ്. 2 ഖിറാത്ത് പ്രതിഫലമുണ്ട്. 2 ഖിറാത്ത് പ്രതിഫലമുണ്ട്. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കേൾക്കുകയാണ്. ആര്? ഈ 2 ഖിറാത്തിന്റെ വിഷയം ആർക്കറിയില്ല? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അറിയില്ല. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കാണിച്ച ഒരു ത്വര. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, അബൂ ഹുറൈറ പറഞ്ഞത് സത്യാട്ടോ. പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖാല ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ ലഖദ് ഫറത്നാ ഫീ ഖറാരീത കസീറത്തിൻ ഫറത്തു ളയ്യഅതു മിൻ അംരില്ലാ.
എൻ്റെ റബ്ബിൻ്റെ കൽപ്പന ഞാൻ തള്ളിക്കളഞ്ഞല്ലോ. എത്രയെത്ര തറാറീത്തുകളാണ്, എത്രയെത്ര കീറാത്തുകളാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, മുൻഗാമികൾ കണ്ട ഗൗരവമായിരുന്നു. നമ്മളൊക്കെ ട്രെൻഡ് എന്താ? ഞാൻ ആ മയ്യത്തൊന്ന് കണ്ടുവരട്ടെ എന്നാ. ഞാനത് ആ മയ്യത്തൊന്ന് കണ്ടുവരട്ടെ. കാണാം പ്രിയപ്പെട്ടവരെ, പക്ഷെ ഏതിലാ പ്രതിഫലമുള്ളത്? നമുക്ക് നിസ്കരിക്കുന്നതിൽ. ആ ഖബറടക്കിയിട്ട് ആ ഖബറൊന്ന് പൂർത്തിയാക്കുന്നത് വരെ നിൽക്കുന്നതിലാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രതിഫലമുള്ളത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഉഹദ് മലയോളം നന്മകൾ, എത്രയെത്ര പ്രതിഫലങ്ങൾ നമുക്ക് വാരിക്കൂട്ടാൻ കഴിയുമെന്നുള്ളത് ഈ ചരിത്രങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുക. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ പോവുക. അവരെങ്ങാനും ഒരു നന്മ പ്രിയപ്പെട്ടവരെ അവർക്ക് അറിയാതെ പോയാൽ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. നീണ്ടൊരു ഹദീസാണ്, എൻ്റെ ചുരുങ്ങിയ ഭാഗം മാത്രം ഞാൻ പറയാണ് അല്ലേ. ഈ ഇസ്തഇദന സലാസൻ, 3 തവണ ഒരാളോട് അനുവാദം ചോദിച്ച് അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ചു പോകണമെന്നൊരു വിഷയം ആർക്കറിയില്ലായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് അറിയാത്ത ഒരു അവസ്ഥയിൽ, അത് അറിഞ്ഞൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അൽഹാനി അൻഹു അസ്സഫഖു ബിൽ അസ്വാഖ്. അങ്ങാടികളിലെ ഇരുത്തം, ഈ അറിവ് എനിക്ക് ലഭിക്കുന്നതിന് തൊട്ട് എന്നെ തടഞ്ഞു എന്നാണ്. ഒരറിവ് കിട്ടാതായപ്പോൾ, ഒരു നന്മയെ കുറിച്ച് അറിയാതെ പോയപ്പോൾ അവരേറെ ഖേദിച്ചിരുന്നു, അവരേറെ സങ്കടപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദുനിയാ ദാറു അമൽ, ദുനിയാവ് എന്നുള്ളത് അമലുകളാൽ പുളകിതമാകാൻ, അമലുകളാൽ നന്മകളിൽ മുന്നേറാനുള്ള സ്ഥലം. വലാഖിറതു ദാറു ജസാ, ആഖിറം എന്നുള്ളത് ഇവിടെ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ പ്രതിഫലം വാങ്ങാനുള്ള സ്ഥലം. ഫഇല്ലം യഅമൽ ഹുനാ നതിമ ഹുനാക, ഇവിടെ നാം പണിയെടുത്തിട്ടില്ല എങ്കിൽ നാളെ അവിടെ ഖേദിക്കും. അതുകൊണ്ട് മുൻഗാമികളുടെ ഉദ്ധരണികൾ കാണാൻ കഴിയും. ഇന്നമാ അബ്കി, ഞാൻ എന്തിനാ കരയുന്നത് എന്നറിയോ? ഞാൻ യുസല്ലിയൽ മുസല്ലൂൻ, ഞാൻ മരിച്ചതിന് ശേഷം നിസ്കരിക്കണവരും നിസ്കരിക്കും. വലസ്തു ഫീഹിം, അവരിൽ ഉൾപ്പെടാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവില്ലല്ലോ. വയദ്കുറുദ്ദാകിറൂൻ, ദിക്ർ ചൊല്ലുന്നവർ ദിക്ർ ചൊല്ലും, അവരിൽ ഞാൻ ഉണ്ടാവില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, മുൻഗാമികൾ അവരുടെ മരണവേളയിൽ നന്മകൾ ചെയ്യാൻ ഇനി ഭാഗ്യം ലഭിക്കില്ല എന്നുള്ളതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരുന്നു. അങ്ങനെ ഒട്ടനവധി ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിലെ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കണ്ണ് കാണാത്ത സഹാബി വര്യനായിരുന്നു. 13-ലധികം തവണ മദീന പള്ളിയിൽ ഇമാമത്തിന്റെ ചുമതല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കണ്ണ് കാണൂല. ജീവിതത്തിലൊരു പ്രതിസന്ധിയല്ലേ, ഒരു ന്യൂനത പറയാനും ഒരു ഇളവ് പറയാനും പറ്റുന്ന ഒരു കാര്യമല്ലേ പ്രിയപ്പെട്ടവരെ. ബദറിന്റെ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെയാണ് മദീന പള്ളിയുടെ ഇമാമത്തിന്റെ ചുമതല റസൂലുള്ളാഹി ഏൽപ്പിക്കുന്നത് അല്ലേ. അങ്ങനെ എത്രയെത്ര ഖാദിസിയ യുദ്ധത്തിൽ അള്ളാഹിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുന്നുണ്ട്. റസൂലെ, ഇതിന്റെ പതാകവാഹകനായിട്ട് അബ്ദുല്ലാഹ് നിൽക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമെ ഏത് യുദ്ധത്തിലാ ഷഹീദായത്? ഖാദിസിയ യുദ്ധത്തിലാ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ന്യൂനതകളും കുറവുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നന്മകൾ ചെയ്യാൻ അവർക്ക് തടസ്സമായില്ല. നമ്മൾ ചിന്തിക്കേണ്ടത്, അവരൊക്കെ പോയി അതേ സ്വർഗത്തേക്ക് നമുക്കും പോകണം. മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം. അതിന് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നന്മകൾ ചെയ്യുക എന്നല്ലാതെ മറ്റൊരു പരിഹാരമില്ല. ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാവണം, തൗഫീഖ് ഉണ്ടാവണം അല്ലേ. ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവന് അമലുകൾ ചെയ്യാനുള്ള, പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുന്ന. സഹാബത്ത് ചോദിക്കുകയാണ്, കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ എങ്ങനെ പണിയെടുപ്പിക്കുക? യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്, മരിക്കണേന് മുമ്പ് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് കൊടുക്കുന്ന. അതിന് നമ്മൾ എന്ത് വേണം? റബ്ബിനോട് സദാ തൗഫീഖിന് വേണ്ടി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം, ആഗ്രഹം ഉണ്ടാവണം. ഒരു സഹാബിയുടെ ചരിത്രം കാണാൻ കഴിയും. ഇസ്ലാം സ്വീകരിച്ചിട്ടേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞിട്ട് ഗനീമത്ത് സ്വത്ത് കൊണ്ടുകൊടുക്കുക. അപ്പോൾ കൊടുത്തപ്പൊക്ക് വേണ്ട, ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ല റസൂലെ നിങ്ങളെ പിൻപറ്റിയത്, പിന്നെ എന്തിനാണ് ഞാൻ പിൻപറ്റിയത്? എനിക്കിവിടെ അമ്പ് തറക്കണം, ആ അമ്പ് തറച്ചിട്ട് എനിക്ക് ഷഹീദാവണം, അങ്ങനെ എനിക്ക് സ്വർഗത്ത് പോകണം. കുറച്ച് കഴിഞ്ഞ ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ അസാബഹു സഹ്മുൻ ഐഫു അഷാറ, ആ സഹാബി എവിടെയാണോ ചൂണ്ടിക്കാണിച്ചത് അവിടെ തന്നെ അമ്പ് നിറച്ചിട്ട് ഒരു വ്യക്തിയെ ആ ശുഹദാക്കളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കാണുകയാണ്. അള്ളാന്റെ റസൂല് ചോദിച്ചു, സഹാബ അന്ന് നമ്മോട് ഈ വിഷയം പറഞ്ഞ വ്യക്തിയാണോ ഇത്? അതേ റസൂലെ എന്ന് പറഞ്ഞപ്പോൾ ഫസദഖ, അല്ലാഹ് സത്യപ്പെടുത്തിയെന്ന. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ
അതിനനുസരിച്ച പ്രവർത്തനങ്ങൾ നമുക്കുണ്ടാവണം. റഹ്മാനായ റബ്ബ് പറഞ്ഞതിലും കേട്ടതിലും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടി ദീന് പഠിക്കാനും അത് പ്രവർത്തിക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.